സഹോദരി വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നു. അവരുടെ തലയെ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കുറെ ശബ്ദവും ബഹളവും ഒക്കെ കേൾക്കാം. പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ അമ്പരക്കുന്ന ഒരു കാഴ്ചയാണ്. എനിക്കും ആ സഹോദരിക്ക് ചുറ്റും വിരല് തിങ്ങി നിൽക്കുന്ന പോലെ സുവിശേഷ വിരോധികൾ ആ വെള്ളത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നു. എനിക്കും കരയിൽ നിൽക്കുന്നവർക്കിടയിലായിട്ട് 7 പേര് വീതമുള്ളതായ 7 ബാച്ച് ഉണ്ട്. അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഈ കർമ്മം ഇവിടെ ചെയ്യരുത്, ചെയ്താൽ വെട്ടി നുറുക്കി പുഴയിൽ കൂടെ ഒഴുക്കുമെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ പ്രിയപ്പെട്ട സഹോദരിയെ അവിടുന്ന് സുരക്ഷിതമായി സൂക്ഷിക്കണം, സഭയെ അവിടുന്ന് കാത്തുകൊള്ളണം, എന്നോടുള്ളതായ ദൈവത്തിന്റെ ഹിതമെന്തോ അത് നിവർത്തിച്ചാലും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞു. അതിന് ശേഷം സാധാരണ സ്നാനപ്പെടുത്തുമ്പോൾ ചെയ്തു വന്നതുപോലെ സത്യവാചകം ആ സഹോദരിക്ക് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തി.